ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പടഹാരം പാലം നാടിന് സമർപ്പിക്കുകയാണ്. എനിക്ക് പിന്നിൽ കാണുന്ന പാലമാണ്. ഏതാണ്ട് 453 മീറ്റർ നീളമാണ് ഈ പാലത്തിനുള്ളത്. 57 കോടി രൂപ മുടക്കിക്കൊണ്ടാണ് ഈ പാലം പണിതിരിക്കുന്നത്. ഇപ്പോൾ ഈ പ്രദേശവാസികളൊക്കെ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ചേട്ടാ, പാലം എങ്ങനെയുണ്ട്? അടിപൊളി പാലമാണ്, സൂപ്പർ പാലമാണ്. കുട്ടനാടിൻ്റെ സൂപ്പർ പാലമാണ്. ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. എൻ്റെ അപ്പൻ ഈ തോട് വഴി മണ്ണമ്പളത്തെ പോകുന്നത് കഷ്ടപ്പെട്ടാണ് ഞങ്ങളെ വളർത്തിയത്. ഞങ്ങളിപ്പോഴും ഇപ്പം നല്ലൊരു പാലം വന്നു. ഈ പാലം വന്ന് നല്ല സൂപ്പർ പാലമാണ്. അപ്പം ആളുകൾ ചേരുന്നുണ്ട്. അച്ഛാ, ഇപ്പം പുതിയ പാലത്തിൻ്റെ ഉദ്ഘാടനമാണ് ഇന്ന്. മുമ്പ് എങ്ങനെയായിരുന്നു സംവിധാനം ഇവിടെ? മുമ്പ് ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ കടത്തിട്ടിരിക്കുകയായിരുന്നു. പഞ്ചായത്തിൻ്റെ കടത്ത്, തകഴി പഞ്ചായത്തും നെടുവണ്ടി പഞ്ചായത്തും കൂടെ ഷെയർ കൂടി കടത്തിട്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ പ്രൈവറ്റ് കടത്തായി. അത് കഴിഞ്ഞ് പിന്നെ ഇത് കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ 2016 ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ജങ്കാറാക്കി. പിന്നെ വണ്ടി കയറ്റി ഇറക്കി പോവുക, വണ്ടി അക്കരെ കയറ്റി ഇറക്കുക, ജങ്കാറെ കൂടെ പോവുക. അത് കഴിഞ്ഞ് പിന്നെ ഈ പാലത്തിൻ്റെ പണികളെല്ലാം തുടങ്ങി കഴിയുമ്പോൾ ഇപ്പോൾ യാത്രക്കാർ ഇതിലായി പോകുന്നു. നാട്ടിന് ഉപകാരമൊന്നും ഏറ്റവും ഉപകാരമായി. ഇവിടെ ഇപ്പം നെടുമണി കരുവാറ്റ റോഡ് എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോഡാണ്. അതിൻ്റെ ഇപ്പോൾ ഇവിടുന്ന് തിരുവല്ല, എടത്തുവ, നമ്മുടെ ഏത് സ്ഥലങ്ങളിലും ചെന്നെത്തി പറ്റാം. AC റോഡിൽ നിന്ന് അമ്പലപ്പുഴ തിരുവല്ല സംസ്ഥാന പാതയിലേക്ക് പോകുന്ന ഒരു ബൈപ്പാസായിട്ട് മാറി. ഇവിടുന്ന് എത്ര കിലോമീറ്റർ ഉണ്ട് തകഴിക്ക്? തകഴിക്ക് 3 കിലോമീറ്റർ. ഈ പാലം കടന്ന് തകഴിയിലോട്ട് നേരിട്ട് തകഴിയ. അല്ലേ? അപ്പം ഒരു അടിപൊളി പാലം നാടിന് കിട്ടിയിരിക്കുകയാണ് അല്ലേ? ഞങ്ങൾക്കെല്ലാം സന്തോഷമാണ്. ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ഉപകാരമാണ് ഈ പാലം. ഞങ്ങൾക്ക് എവിടെ വേണം പോകാം. മുമ്പ് ഇവിടെ പ്രൈവറ്റ് കടത്തെ കൊടുക്കുമ്പോൾ പൈസ കൊടുക്കണം. 5 രൂപ വെച്ച് കൊടുക്കണമായിരുന്നു. പിന്നെ ജങ്കാറിട്ട് അതിനും പൈസ കൊടുക്കണമായിരുന്നു. ഇപ്പം ആളുകൾക്ക് നടന്നു പോകാം, സുഖം യാത്രയായി. അപ്പം നാട്ടിലെ എല്ലാ ആളുകൾക്കും സന്തോഷമാണ് അവർ പങ്കുവെക്കുന്നത്. ഈ പാലം വന്നതുകൂടി തന്നെ നാടിൻ്റെ വലിയൊരു പ്രശ്നത്തിനാണ് പരിഹാരമായെന്നാണ് പറയുന്നത്. ഒരു പാലം ഒരു ഉപകാരം തന്നെയായില്ലേ? ഞങ്ങൾക്കെല്ലാം നല്ല ഒരു ഇതായിട്ട് ഈ പാലത്തിൻ്റെ ഉദ്ഘാടന കർമ്മം ഇന്ന് മുഖ്യമന്ത്രി നടത്തുകയാണ്. അപ്പോൾ ഞങ്ങൾക്കെല്ലാം ഇവിടെ ഈ ആറിനെ ആശ്രയിച്ചാണ് അക്കരയ്ക്ക് വിൽക്കേണ്ടിരുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് അപ്പോൾ മുഖ്യമന്ത്രിയോടും സർക്കാരിനോട് നന്ദിയാണോ? നന്ദിയാണ്, വളരെയേറെ നന്ദിയുണ്ട്. അത് പുള്ളി ഇന്ന് 3-4 സ്ഥലത്ത് ഉദ്ഘാടനത്തിൽ പോവുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതാണ് നാട്ടുകാർക്ക് പറയാനുള്ളത്. നമ്മൾ ആ പാലം നോക്കുമ്പോൾ ഇത്രയും വലിയൊരു പാലം 543 മീറ്റർ നീളമുള്ള 57 കോടി മുടക്കിയാണ് ഈ പാലം വന്നിരിക്കുന്നത്. നിങ്ങൾക്കും സന്തോഷം തന്നെയായിരിക്കും? നല്ല സന്തോഷമാണ്, നല്ല പാലമാണ്. ഞങ്ങളെ സ്വപ്നം കാണാനൊക്കാത്ത പാലം. കാരണം ഒരു 50 വർഷം മുമ്പേ ഇവിടെ കല്ലിടിച്ചിൽ നടന്നത്. മാറി വന്ന സർക്കാർ മാറിപ്പോയി. പക്ഷേ ഈ 10 വർഷം നല്ലൊരു രീതി കൈകാര്യം ചെയ്തിട്ടുണ്ട്. നല്ലൊരു പാലം. ഞങ്ങൾക്ക് കല്ലിട്ട് പോയില്ല, പണിത് പൂർത്തിയാക്കി. പണിയില്ല. 17-ലായിരുന്നു. 18 വെള്ളപ്പൊക്കം, 17-ലാണ് തുടങ്ങി. തീർച്ചയായിട്ടും വെള്ളപ്പൊക്കത്തിന് ശേഷം നമുക്കറിയാം കേരളത്തിൽ ഉണ്ടായ മാറ്റം, ഈ കുട്ടനാടിനുണ്ടാകുന്ന മാറ്റം. ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്ന AC റോഡ്, അതായത് ആലപ്പുഴ ചങ്ങനാശ്ശേരി AC റോഡിൻ്റെ പൂർത്തീകരിച്ച ഉദ്ഘാടനം, അതുപോലെ കുട്ടനാടിൻ്റെ സമഗ്ര കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട ഉദ്ഘാടന ചടങ്ങുകൾ, അതിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം, നിരവധി പദ്ധതികൾ പൂർത്തീകരിച്ചു. അങ്ങനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ നാട്ടിലെത്തി ഈ ഉദ്ഘാടനം നിർവഹിക്കുമ്പോൾ നാട്ടുകാരെ സംബന്ധിച്ചോളം വലിയ സന്തോഷമാണ്. കാരണം നമുക്ക് ഈ കാണുന്ന പാലം നമുക്ക് ഒരു 453 മീറ്റർ നീളമുണ്ട് ഈ പാലത്തിന്. നമ്മൾ നിൽക്കുന്ന ഈ ഭാഗത്തുനിന്ന് മറുഭാഗത്തേക്ക് എത്തുമ്പോഴാണ് അതിൻ്റെ ഒരു വലുപ്പം മനസ്സിലാക്കുന്നത്. ആളുകൾ സൂചിപ്പിച്ച പോലെ തന്നെ ഇത്തരം ഒരു കാര്യം, അതായത് ഒരു കാലഘട്ടത്തിൽ കടത്ത് ഉണ്ടായിരുന്ന ഒരു സ്ഥലത്ത് ജങ്കാറുകളായിരുന്നു. ഇന്നിപ്പോൾ അവർക്ക് പാലം വന്നിരിക്കുകയെന്ന വലിയ സ്വപ്നമാണ്. അതുകൊണ്ട് തന്നെയായിരിക്കാം പല ആളുകളും ഈ ചെങ്കൊടി തുടർന്നും പാറണമെന്ന് കേരളത്തിൽ ഒരുപക്ഷെ ആഗ്രഹിക്കുന്നത്. ക്യാമറമാൻ അഖിലേഷ് കുടുംബനൊപ്പം സുജിറ്റി ബാബു, കൈരളി ന്യൂസ്, പത്തനംതിട്ട.